കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി. അതുപോലെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ പട്ടാളത്തിന്റെ ധീര ജവാന്മാർ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുപോലെ എഴുത്തുകാരൻ ടി വാസുദേവൻ നായർ തുടങ്ങിയ കേരളത്തിലെ എഴുത്തുകാർ, ഈ സമ്മേളന കാലയളവിൽ നമ്മെ വിട്ടുവരുന്ന പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ തുടങ്ങി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ മനുഷ്യരുടെയും വേർപാടിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തന റിപ്പോർട്ട് മുൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലമിന് നൽകി പ്രകാശനം ചെയ്തു. പ്രസ് ഫോറം തിരിച്ചറിയൽ കാർഡ് പുതിയ മെമ്പർമാരായ സജോഷ് അടമ്പിൽ, ടി കെ പ്രഭാകരൻ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഫസ്ലൂർ റഹ്മാൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി പ്രമേയവും അവതരിപ്പിച്ചു. അനുശോചന പ്രമേയവും ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കുള്ള ഉപഹാരവും കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ചന്ദ്രിക റിപ്പോർട്ടർ ഫസ്ലൂർ റഹ്മാനുള്ള ഉപഹാരവും പ്രസിഡന്റ് ടി കെ നാരായണൻ സമ്മാനിച്ചു. ടി മുഹമ്മദ് അസ്ലം, എം സുധിൽ, ടി വി മോഹനൻ, മാനുവൽ കുറിച്ചിത്താനം, എൻ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. 2025-27 വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഫസ്ലൂർ റഹ്മാനെ പ്രസിഡന്റായും ബാബു കോട്ടപ്പാറയെ സെക്രട്ടറിയായും ടി വി മോഹനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സഹഭാരവാഹികളായി കെ എസ് ഹരിയെ വൈസ് പ്രസിഡന്റായും കെ വി ബൈജുവിനെ ജോയിന്റ് സെക്രട്ടറിയായും എം സുധിലിനെ ഓഡിറ്ററായും തെരഞ്ഞെടുത്തു. ടി കെ നാരായണൻ, ടി മുഹമ്മദ് അസ്ലം, മാനുവൽ കുറിച്ചിത്താനം, ജോയി മാരൂർ, അനിൽ പുളിക്കാൽ എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.